മലപ്പുറം പൂക്കോട്ടൂർ മൈലാടിയിൽ ചെരുപ്പ് കമ്പനിയിൽ തീപിടുത്തമുണ്ടായി. 2 യൂണിറ്റ് ഫയർഫോഴ്സാണ് അപകട സ്ഥലത്ത് എത്തിയിട്ടുള്ളത്. അരുൺ അമൃതനാഥ് തത്സമയം വിവരങ്ങൾ നൽകും. അരുൺ, വലിയ തീപിടുത്തമാണോ ഉണ്ടായത്? എന്താണ് ഈ തീപിടുത്തത്തിന് കാരണം? എന്താണ് വിശദാംശങ്ങൾ? അഭിലാഷ്, തീപിടുത്തത്തിന്റെ പ്രാഥമിക കാരണം വ്യക്തമല്ല. പക്ഷെ വലിയ രീതിയിൽ തീ ആളി പടരുന്നുണ്ട്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകും. തീ അണയ്ക്കാനുള്ള ഊർജിതമായ ശ്രമത്തിൽ തന്നെയാണ് അഗ്നിരക്ഷാ സേനയുള്ളത്. 3 യൂണിറ്റ് ഫയർഫോഴ്സ് ഇപ്പോൾ മേഖലയിലേക്ക് എത്തിയിട്ടുണ്ട്. അല്പസമയങ്ങൾക്ക് മുമ്പാണ് ഇത്തരത്തിൽ ഈ ഗോഡൌണിൽ നിന്ന് തീ ആളി പടരുന്നതായി ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പോൾ തന്നെ നാട്ടുകാരുടെയൊക്കെ ഇടപെടലിൽ തന്നെ ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചു. നാട്ടുകാർ ആദ്യഘട്ടത്തിൽ തീ അണയ്ക്കാനുള്ള ശ്രമം തുടർന്നു. ഇപ്പോൾ നാട്ടുകാരുടെ കൂടി സഹായത്തോടെയാണ് ഫയർഫോഴ്സും പോലീസും ഒക്കെ ചേർന്ന് ഈ ദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. തീ ഒരു ഭാഗത്ത് നിന്ന്, ഈ ഫാക്ടറിയിൽ റബ്ബർ ഗോഡൗൺ കൂടിയാണ്, വലിയ രീതിയിൽ ഈ ചെരുപ്പുകളിലേക്കുമൊക്കെ മറ്റുമൊക്കെ തീ പടർന്നിട്ടുണ്ട്. അതിനാൽ തന്നെ ആളി കത്തുകയാണ്. അപ്പോൾ 2 മേഖലകളിൽ നിന്നായി, 2 ഭാഗങ്ങളിൽ നിന്ന് തന്നെയായി ഫയർഫോഴ്സ് തീ അണയ്ക്കാനുള്ള ശ്രമത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അത് ഇത്തരത്തിൽ മറ്റ് ആളപായം ഒന്നും ഇല്ലാതെ തന്നെ നിയന്ത്രിക്കാൻ ആദ്യഘട്ടത്തിൽ സാധിച്ചു. ആളുകളെ മാറ്റാൻ സാധിച്ചു. ഇനി തീ സമീപത്തൊക്കെ വീടുകളുമുണ്ട്. അപ്പോൾ അത്തരത്തിൽ തീ ആളി പടരാതിരിക്കാനുള്ളൊരു ശ്രമത്തിൽ കൂടിയാണ്, ദൗത്യത്തിൽ കൂടിയാണ് ഫയർഫോഴ്സ് ഏർപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. 3 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയിട്ടുണ്ട്. ഈ യൂണിറ്റുകളുടെ സംയുക്തമായി തന്നെ പല മേഖലകളിൽ നിന്നായി തന്നെ തീ അണയ്ക്കാനുള്ള ശ്രമം. ഇപ്പോൾ തീ കാര്യമായി ആളി പടരുന്ന ആ ഒരു മേഖലയിലേക്കാണ് ഇപ്പോൾ ഫയർഫോഴ്സ് വെള്ളം ഇത്തരത്തിൽ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ആ മേഖലയിൽ കാര്യമായി തീ ആളിപ്പടരുന്ന മേഖലയിൽ തന്നെ ഫയർഫോഴ്സ് ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നു എന്നുള്ളതാണ്. ഏകദേശം 1 മണിക്കൂറോളമായി ഇത്തരത്തിൽ, അരമണിക്കൂർ മുമ്പാണ് ഇത്തരത്തിൽ തീ ആളിപ്പടർന്നത്. ഇപ്പോൾ വലിയ രീതിയിൽ തീ ആളിപ്പടരുന്നുണ്ട്, പുകയും ഉയരുന്നുണ്ട് എന്നുള്ളതാണ്. അത് നിയന്ത്രണ വിധേയമാക്കാനുള്ള ഊർജിതമായൊരു ഫയർഫോഴ്സിൻ്റെ ശ്രമമാണ് നടക്കുന്നത്. മലപ്പുറം നഗരത്തിൽ നിന്ന് ഒരു 10 കിലോമീറ്റർ ചുറ്റളവിനുള്ളിൽ തന്നെയാണ് ഈ പൂക്കോട്ടൂർ എന്ന് പറയുന്ന മേഖല. പൂക്കോട്ടൂർ മൈലാടിയാണ്. ഈ ഒരു മേഖലയിൽ നിന്ന് ഇത് മറ്റൊരു ദൃശ്യത്തിൻ്റെ ഒരു ആംഗിളിലൂടെ പോയി കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ നിന്ന ഭാഗത്തിൽ നിന്ന് വ്യത്യസ്തമായത് ഈ ഒരു മേഖലയിൽ കൂടി ഇത്തരത്തിൽ തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുന്നുണ്ട്. റബ്ബർ ഫാക്ടറിയിൽ കാര്യമായി തന്നെ ഉള്ളിൽ നിന്ന് തീ ആളി പടരുന്നത് നമുക്ക് കാണാം. ഈ സമീപത്തെ കെട്ടിടങ്ങളിലേക്കൊന്നും തീ പടരാതിരിക്കാനുള്ള മുൻകരുതൽ എടുത്തിട്ടുണ്ടോ? ഈ തീപിടുത്തം അണയ്ക്കൽ എത്ര ശ്രമകരമാണ്? അതായത് അഭിലാഷ്, തൊട്ടടുത്ത് തന്നെ മറ്റ് ഗോഡൌണും ഒപ്പം തന്നെ വീടുകളുമുണ്ട് 2 ഭാഗത്തായി തന്നെ. അതുകൊണ്ട് അത് തന്നെയാണ് പ്രധാന ദൗത്യം. മറ്റ് മേഖലകളിലേക്ക് തീ പടരാതിരിക്കാനുള്ള ക്രമീകരിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ വൈദ്യുതി ലൈനുകളും ട്രാൻസ്ഫോമറും ഒക്കെ തന്നെയുണ്ട്. അപ്പോൾ ആ മേഖലയൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ ഫയർഫോഴ്സ് നടത്തുന്നത്. അത് 2 മേഖലകളിൽ നിന്ന് തന്നെയായി ഇത്തരത്തിൽ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നു. മറ്റ് വീടുകളുടെയും സമീപ ഗോഡൌണുകൾക്കിടയിലേക്കൊക്കെ തീ പടർന്ന സാഹചര്യം നിലവില്ല. പക്ഷേ എത്രയും പെട്ടെന്ന് തന്നെ ഈ തീ അണയ്ക്കാനുള്ളൊരു ശ്രമത്തിലാണ് ഫയർഫോഴ്സ് ഉള്ളത് എന്നാണ് ഇപ്പോൾ എന്തായാലും അത്തരത്തിലുള്ള ഊർജിതമായ ശ്രമം തന്നെയാണ് നിലവിൽ നടക്കുന്നത്. അഭിലാഷ്, 2 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയിട്ടുണ്ടെന്നാണ് ഞാൻ നേരത്തെ മനസ്സിലാക്കിയത്. അരുൺ, കൂടുതൽ ഫയർഫോഴ്സ് ആവശ്യം വരുമോ? നാട്ടുകാർ അവിടെ സജീവമായി ഈ തീയണക്കൽ പ്രക്രിയയിൽ പങ്കെടുക്കുന്നുണ്ടോ? ഇപ്പോൾ എന്താണ് അവസ്ഥ? ഈ വലിയ പുക ഉയരുന്നത് കാണുന്നുണ്ട്. ആരെങ്കിലും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കേണ്ടി വന്നിട്ടുണ്ടോ? നിലവിൽ അത്തരത്തിലുള്ള ആളപായമില്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ അറിയിക്കുന്നത്. വലിയ രീതിയിൽ തന്നെ ആളുകൾ ഇവിടെ കൂടിയിട്ടുണ്ട്. ആളുകൾ സജീവമായി തന്നെ അഗ്നിരക്ഷാ സേനയും പോലീസിനെയും ഒക്കെ സഹായിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. 3 യൂണിറ്റാണ് അഭിലാഷ്. ആദ്യഘട്ടത്തിൽ 2 ആയിരുന്നു. ഇപ്പോൾ 1 യൂണിറ്റ് ഫയർഫോഴ്സ് കൂടെ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം തീ വലിയ രീതിയിൽ തന്നെ ആളി പടരുകയാണ്. സമീപത്ത് അത്തരത്തിലുള്ള ഗതാഗത നിയന്ത്രണത്തിനൊക്കെയായി തന്നെ പോലീസും അത്തരത്തിലുള്ള ദൗത്യമായി തന്നെ ഏർപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അത്തരത്തിൽ തീ വലിയ രീതിയിൽ ആളി പടരുന്നു എന്നാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാവുന്നത് പോലെ തന്നെ ഉയരത്തിൽ പുക വളരെ ഉയരത്തിൽ ഇങ്ങനെ ഉയരുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ആളുകളെ ഇത്ര കൂടി നിൽക്കുന്നതൊക്കെ നിയന്ത്രിക്കുന്നുണ്ട്. അത്തരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള സ്ഫോടന സാധ്യതയോ ഉള്ളിലുള്ള വസ്തുക്കളിലേക്കൊക്കെ തീ പടർന്നാൽ അത്തരത്തിലുള്ള സാധ്യതകൾ കൂടി കണക്കിലെടുത്തുള്ളൊരു ക്രമീകരണമാണ് ഇപ്പോൾ എന്തായാലും പോലീസ് നടത്തുന്നത്. ഫയർഫോഴ്സ് 2 ദിശകളിൽ നിന്നായി തന്നെ ഇത്തരത്തിൽ തീ അണയ്ക്കാനുള്ള ശ്രമവും നടത്തുകയാണ്. അഭിലാഷ്.